ഹോണസ്റ്റ് ആയിട്ട് പറ. ഐ തിങ്ക് സംവെയർ യു ആർ ലാക്കിംഗ് ഹോണസ്റ്റി. ബിക്കോസ് ഞാൻ കേട്ടിട്ടുണ്ട് പേഴ്സണലായിട്ട് നിന്നെക്കുറിച്ച് എല്ലാം தெரிஞ்சிட்டாണ് ഞാൻ ഇവിടെ വന്നത്. പല സെലിബ്രിറ്റീസും പല പൈസ കൊണ്ട് പെരിയ പെരിയ ആட்களுം നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, നീ അങ്ങനെ പോവാറുണ്ടെന്നാ. ഇല്ല മാം, ഇല്ല. അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നിട്ടൊന്നും ഇല്ല. എൻ്റെ അടുത്ത് തെളിവുണ്ടെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഇല്ലെന്ന് പറയും. ഇല്ലെന്ന് നീ പറയുന്നത് എങ്ങനെയാ? ഇത് എൻ്റെ അടുത്ത് ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ ഇല്ലാന്ന്, ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടില്ല. അങ്ങനെ എനിക്കറിയില്ല. ഇനി തെളിവ് എന്താ AI ക്യാമറ വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്തിട്ട് അത് തെളിവാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനാണെന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഇത്. ഇപ്പോൾ അത് പുതിയ ട്രെൻഡായി. എല്ലാം ചെയ്തിട്ട് പിന്നെ അത് AI എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഹോണസ്റ്റ് ആയിട്ട് പറ എൻ്റെ അടുത്ത്. എൻ്റെ പൊന്നു മാം, ഇല്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. ഇല്ല. ഇല്ല, ക്യാമറ മുன்னாடி പറയാൻ പേടിയാണോ? ഇല്ല, സത്യമായിട്ടും ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്നതിന് ഇപ്പം എന്താ, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ചെയ്യാതെ നിങ്ങൾക്ക് ആ പേര് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലേ, ഈ പേര് ഇവിടെ ഇപ്പം കിട്ടിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ എന്തു ചെയ്യാതെ നിങ്ങൾ പറയുന്നത് ഞാൻ എന്തു ചെയ്തില്ല, പക്ഷെ ആ പേര് കിട്ടിയില്ല. ബിക്കിനീസ് ചെയ്യുമ്പോൾ അതിൽ പറയുന്ന വേർഡുകളാണ് നമ്മൾ തലയും ഇതും ഇല്ലാതെ കുറേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അക്കൗണ്ടിൽ വന്നിട്ട് മോശമായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരാണ്. അതിപ്പം വേറെ ഏതെങ്കിലും ആൾക്കാരുടെ ടീമാണോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നോ നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെ പൊതുവേ വന്ന് പറയാറുണ്ട്. ഞാൻ പല ഇൻ്റർവ്യൂസിലും അത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ സെലിബ്രിറ്റീസ് ആരുടെയും കൂടെ ഒന്നും ഞാൻ പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് എവിഡൻസ് ഉണ്ട്. ഹോണസ്റ്റ് ആയിട്ട് പറയാം. പൊന്നു മാം, ഇത് തന്നെ നിരന്തരം ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ഒരു വേർഡാണ്. അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് ഞാൻ പറയുന്നതിന് ഇപ്പം എന്നാണ്? കാരണം ഞാൻ കേട്ട് മടുത്തു. നമ്മൾ ഈ ഒരു ഫീൽഡിൽ വന്ന നാൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ചെയ്തിട്ടുണ്ടോയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ 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 ഗൗരി, അല്ലല്ല അങ്ങനെയല്ല. സോറി, ഞാൻ അങ്ങനെ നിന്നെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല മോളെ. ഓക്കെ, സോറിയാ, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയില്ല. സത്യം ഗൗരി, ഇതൊക്കെ എനിക്കും നടന്നിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഞാൻ വളരെ ഗ്ലാമറായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ഈ കാര്യങ്ങൾ നമുക്ക് അത്ര പൈസ കിട്ടിയിട്ടുണ്ട് ആ ടൈമിൽ, അത്ര ലാക്സ് പെർ ഡേന്. അപ്പോൾ എനിക്ക് എന്തിനാ ഈ കാര്യം ചെയ്യണം? അത് ഞാൻ പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല. സോ സെയിം സിറ്റുവേഷനിലാണ് ഗൗരി ഇപ്പോൾ. കാരണം നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ ആശുപത്രിയിൽ കിടന്നു. അപ്പം ഞാൻ വിചാരിച്ചത്, ഒരുപാട് പേരോട് ഞാൻ ക്യാഷ് ചോദിച്ചിട്ടുണ്ട്. കാരണം അച്ഛൻ ICUവിൽ, അച്ഛൻ മദ്യപാനിയാണ്. നാട്ടിൽ വന്നു, ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് മദ്യത്തിന് അഡിക്റ്റായി. പുള്ളിക്ക് 1 ബോട്ടിലോ 1.5 ബോട്ടിലൊക്കെ ഒരു ദിവസം കൊണ്ട് കുടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കും. ഞാനാണ് വണ്ടി വിളിച്ചിട്ട് പോയി വീടിൻ്റെ അവിടെ ഉള്ളവരെ വിളിച്ച് പറയും, വീട്ടിൽ കൊണ്ടുവന്നിട്ട് കിടത്തും. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം എനിക്കുണ്ട്. എൻ്റെ ലൈഫ് ഇപ്പം നമ്മൾ ഈ ബിക്കിനി മാത്രമല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ബിക്കിനീസിലെ ഗൗരീനെ കണ്ടിട്ടുള്ളൂ അല്ലേ, അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ ആരും അറിയണില്ല. അപ്പോൾ അച്ഛൻ ആശുപത്രിയിലായ സമയം ICUവിൽ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു, എനിക്ക് 10,000 രൂപ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വീട്ടുകാരന്, ഫാമിലിയിൽ അപ്പൻ്റെ അനിയന്മാരെല്ലാം നല്ല നല്ല രീതിയിലാണ് താമസിക്കുന്നതെന്ന് പറയണേ. അപ്പം അച്ഛൻ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ കയ്യിൽ കാശെന്ന് പറയുന്ന ഒരു 5 ലക്ഷം രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. അത് നമ്മൾ ഓരോ ദിവസം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ICUവിൽ കിടക്കുമ്പം ഇപ്പോൾ ഒരാൾ ബില്ല് തരുമ്പോഴത്തേക്ക് ആ ബില്ലിന് നമ്മൾ അപ്പം തന്നെ അത് ചെന്ന് അടയ്ക്കണം. അപ്പം പൈസ തികയാതെ വരുമ്പോൾ അച്ഛൻ്റെ അനിയന്മാരോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലും ഇല്ല. അപ്പം ഞാൻ നോക്കുമ്പം എനിക്ക് സെല്ലിങ്, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പിക്ചേഴ്സ് ഇടുന്നു. എൻ്റെ വരുമാനം എന്ന് പറയുന്നത് എനിക്ക് വരുമാനത്തിൽ നിന്ന് കിട്ടിയിട്ട് എൻ്റെ അച്ഛനെ ഞാൻ സേഫാക്കി ഒരിടത്തിരുത്തി, മരണത്തിൽ നിന്ന് രക്ഷിച്ച് 1 മാസത്തോളം ICUവിൽ കിടന്നു, വീട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പോഴും ഈ പറയുന്ന ആൾക്കാർ നമുക്ക് സപ്പോർട്ടില്ല. ഇപ്പം മാം എന്നെ ഓരോന്ന് ഇവിടിരുന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ചെയ്യാതെ നമ്മളിത് കേട്ടോണ്ട് ഡെയിലി നമ്മളിത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് എപ്പോഴും ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് വിഷമം വരുന്നൊരു കാര്യമാണ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത്. നിന്നെക്കുറിച്ച് പറയാറുണ്ടല്ലോ, ഇവരൊക്കെ നിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാ. നിൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് തന്നെ അവരിതൊക്കെ ചെയ്യുന്നത്. സോ നീ ഈ സൊസൈറ്റിക്ക് എന്ത് പറയാൻ വിചാരിക്കുന്നത്? ജസ്റ്റ് സേ സംതിങ് ടു ദ ഓഡിയൻസ് ഓർ ദി സൊസൈറ്റി.
who watches you. കാരണം ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഗൗരിയെല്ലാം നേരി കാണുമ്പോൾ എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലിട്ട് ഒരു മനുഷ്യനെ ഞാൻ പിക്ചേഴ്സിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലിട്ട് സോഷ്യൽ മീഡിയയിൽ ആരെയും ഞാൻ മോശമായിട്ട് എൻ്റെ വീഡിയോ കാണുക അല്ലെങ്കിൽ ഇന്ന സൈറ്റ് ഉണ്ട് എന്നൊരു മനുഷ്യനെയും ഞാൻ അതിലേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്തു പോകാം. അത് തന്നെ ഇപ്പോഴും അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാനെന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് എന്നെ വിലയിരുത്തരുതെന്ന് മാത്രമേ എനിക്ക് പ്രേക്ഷകരോടായാലും ആരോടായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോ ഗൗരി പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അത് ഓൺലി ഫോട്ടോസ് പിക്ചേഴ്സ് ആണ്, പക്ഷേ ഗൗരി ഉള്ളിൽ ഒരു മനസ്സുണ്ട്. എൻ്റെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന സാഹചര്യവും ഞാൻ എല്ലാ മനുഷ്യരിലും ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരാളെയാണോ മാമിന്റെ മുൻപിൽ ഇപ്പൊ ഞാൻ ഇരിക്കണേന്ന് പറയണേ. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട്. ഞാൻ എൻ്റെതായ അടുക്കവും ചിട്ടയുമായിട്ട് ഒതുങ്ങി പോകുന്ന ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് ഇന്നതെടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഗൗരിയാണോ എന്നും പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് ഞാൻ ഇപ്പോൾ അടുത്ത് നെക്സ്റ്റ് ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് അടുത്തൊക്കെ ആരുമായിട്ട് ഞാൻ വലിയ ഇതിൽ പോകില്ല. ഇല്ല, കാരണം അവർ നിന്നെ ഫ്രണ്ടായിട്ട് ഏൽക്കുന്നില്ല. ഫ്രണ്ടായിട്ടല്ല, ഫാമിലിയിൽ നമ്മളൊരു വിശേഷ ദിനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനായിട്ട് കഴിവതും മാറി നിൽക്കാറേ ഉള്ളൂ. കാരണം എൻ്റെ റീല് കണ്ടിട്ട് അവർക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരു പ്രശ്നം, ഞാൻ പറഞ്ഞല്ലോ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒരു മൂലയിൽ കൂടി പോകുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. ഒരിടത്തും ഒന്നിനും പോകില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഐ എം സീയിങ് മൈസെൽഫ് ഇൻ യു, മനസ്സിലായോ? എന്നെ ഞാൻ നിൻ്റെ വേഷത്തിൽ കാണുന്നുണ്ട്. കാരണം ഇത് സെയിം അവസ്ഥയാണ് എനിക്ക്. ഇപ്പോൾ വരയ്ക്കും എന്നെ ഫാമിലിയിലെ ഫങ്ഷൻസിൽ എന്നെ വിളിച്ചാലും ഞാൻ പോവില്ല. കാരണം അവർക്ക് നമ്മളെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കുറ്റബോധമുണ്ടോ? എനിക്കൊരു കുറ്റബോധവും ഇല്ല മാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മോശമായിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ ബിക്കിനീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിലിപ്പം എനിക്കൊരു കുറ്റബോധം എന്ന് പറയുന്നത്, മുൻപോട്ട് എനിക്ക് പോകണമെങ്കിൽ എനിക്ക് ഏണിങ് വേണം. എനിക്ക് ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് 10,000 രൂപ താ അല്ലെ 5,000 രൂപ താ എന്ന് എനിക്ക് വായ്പ ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ മറ്റൊരു മോശം പരിപാടിക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് ഞാനില്ല. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് മുൻപോട്ട് ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമുക്കിപ്പോൾ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് എനിക്ക് എല്ലാവരും പറയും നീ ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ പൈസ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ഇവരാരും കാണില്ല. നമ്മൾ തന്നെ അത് തുഴഞ്ഞു പോയിക്കോണം. ആ ഒരു ഇതുകൊണ്ട് നമ്മൾ നമ്മുടേതായ കഷ്ടപ്പാടുകളിൽ മുൻപോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. ഐ നോ ഓൾറെഡി ഐ മേഡ് യു ക്രൈ, ബട്ട് സോറി ഫോർ ദാറ്റ്. പക്ഷേ എനിക്കിത് കേൾക്കണം. നിനക്ക് എന്തെങ്കിലും ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ്, നിന്ന് കുറേ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? വേദന ഉണ്ടായ എക്സ്പീരിയൻസ്? ചെറുപ്പത്തിൽ നമ്മൾ ഒരാളുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന്, ഇപ്പം എനിക്കൊരു 3 വയസ്സ് 4 വയസ്സൊക്കെയുള്ള സമയങ്ങളിൽ നമ്മളൊരു ഓണം വിശേഷ ദിനങ്ങൾ വരുമ്പോൾ നമ്മുടെ ബന്ധുക്കാരുടെ, ഇപ്പോൾ മറ്റൊരിത് പറയണില്ല, നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഗൾഫിലായിരിക്കാം ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പഴയ ഓണക്കോടികളുണ്ടല്ലോ, അവരിട്ട് ഉപയോഗിച്ച ഡ്രസ്സുകൾ ഞാൻ ഇട്ടിട്ടില്ല എന്ന് ഞാൻ ഒരിടത്തും പറയില്ല. അവരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം തന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം നമ്മൾ ടി വി വെക്കുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് തിരുവോണം ഉണ്ടിട്ട് നമ്മൾ ടി വി കാണാൻ, നമ്മുടെ ഒന്നും വീട്ടിൽ ടി വി ഇല്ല. അപ്പോൾ ആ ടി വി കാണാൻ ചെന്നിരിക്കുമ്പോൾ കറണ്ട് ഇല്ല അല്ലെങ്കിൽ ഇത് പോയി എന്ന് പറഞ്ഞ് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു ഇതുണ്ട്.